ഹലോ ഫ്രണ്ട്സ്, മൈ ഫിഷ് ടാങ്ക് ക്രിയേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയുടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് കൊതുകിൻ്റെ എഗ്ഗ് നമുക്ക് മാറ്റിയിട്ടിട്ട് അത് എങ്ങനെ വിരിയിപ്പിച്ചെടുക്കാം, അതിന് ശേഷം നമുക്ക് 2 മാസമായ ഫ്രൈക്ക് അത് എങ്ങനെ കൊടുക്കാം എന്നൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കൊതുകിൻ്റെ ലാർവ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതിനകത്ത് നമുക്ക് കിട്ടിയ ലാർവകൾ നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വലിയ സൈസ് ലാർവകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ കൊതുകിൻ്റെ ലാർവ, അതായത് കൊതുക് വന്നിരുന്ന് മുട്ടയിട്ടതിന് ശേഷം നമുക്ക് ആ മുട്ട മാറ്റിയെടുത്ത് വിരിയിപ്പിക്കണം. ആ മുട്ട മാറ്റിയെടുത്ത് വിരിയിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ ദിവസം കിട്ടുന്ന കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ആ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് ഏകദേശം 2 മാസമായ ഫൈറ്റർ ഫിഷിൻ്റെ ഫ്രൈക്കൊക്കെ കൊടുക്കാം, ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കൾച്ചർ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇത്തരം ഡബ്ബകളാണ്. ഈ എല്ലാ ഡബ്ബകളിലും നമ്മുടെ കൊതുകിൻ്റെ എഗ്ഗ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഏറ്റവും അറ്റത്ത് 2 കൂടി പിടിച്ചിരിക്കുന്നത്, പിന്നെ അതിൻ്റെ തൊട്ട് പുറകിരിക്കുന്നത് അതൊക്കെ കൊതുകിൻ്റെ എഗ്ഗാണ്. ഇത് വിരിഞ്ഞാണ് കൊതുക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു എഗ്ഗിൽ തന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ടാവും, കുറേ ലാർവകളുണ്ടാവും. ഈ ഒരു എഗ്ഗ് തന്നെ കുറേ ലാർവകളുണ്ടാവും. കണ്ടില്ലേ, അതൊക്കെ എഗ്ഗാണ്. ഇതിലുണ്ട് കുറേ, അതിനകത്ത് കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എഗ്ഗൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡബ്ബകളിൽ വെള്ളം എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ മുട്ടകൾ കിട്ടും. അതായത് നമുക്ക് എല്ലാത്തിനും ഒരു ഡബ്ബയിൽ ഇടാം, എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റാം. ഇപ്പോൾ നമുക്കിത് കണ്ടാം, ഇതാണ് എഗ്ഗ്. കാണാത്തവർ കണ്ടോ, ഈ ഒരെണ്ണം വിരിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ലാർവകളുണ്ടാവും, കുറേ ലാർവകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാ എഗ്ഗുകളും നമുക്ക് ഇതിനകത്തേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ മുട്ട ഇടുന്ന വരെയും എങ്ങനെ ചെയ്യുന്നുള്ളത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കാണ് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള അക്വേറിയം വെള്ളം എടുത്ത്, ഞാൻ ഫിഷ് ടാങ്കിലെ വെള്ളം എടുത്ത്, പിന്നെ അതിനകത്ത് നമ്മുടെ ഉണങ്ങിയ ഇലയും പിന്നെ പഴത്തൂലേക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ശരിക്കും അളിഞ്ഞ് ചീഞ്ഞ് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് വരുന്ന സമയത്താണ് ഈ കൊതുകിനെയൊക്കെ അട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊതുകിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ കൊതുകുകൾ വന്ന് മുട്ടയിടും. അങ്ങനെയാണ് നമുക്ക് ഈ മുട്ടകൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോക്കിയെങ്കിലാണ് നമുക്ക് ഈ മുട്ടകൾ തന്നെയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മുട്ടകൾ വിരിഞ്ഞ് ലാർവയൊക്കെ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളം എങ്ങനെ ഇത് ഫുൾ ഡീറ്റെയിൽ ഉള്ളത് മസ്കിറ്റോ ലാർവ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഇട്ടേക്കാം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ എഗ്ഗൊക്കെ മാറ്റിയിട്ട് വിരിപ്പിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മോസ്കിറ്റോ ലാർവേൻ്റെ പല ടൈപ്പുള്ള പല വലിപ്പത്തിൽ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ നമുക്ക് പല മാസങ്ങളായത് 1.5 മാസം, 2 മാസം, പിന്നെ 2.5 മാസം അങ്ങനെയൊക്കെ ആയ ബെറ്റ ഫ്രൈസിനോ അല്ലെങ്കിൽ നമ്മുടെ ഗപ്പികൾക്കോ നമുക്ക് പല പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ ലാർവേനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റിയെടുക്കാതെ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ വലിയ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. മെയിൻ അഡ്വാൻറ്റേജ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പല കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയാണ്, പല വലിപ്പത്തിലുള്ള ലാർവകളെ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ എഗ്ഗുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ഡബ്ബകളിലേക്കും കുറച്ച് സ്പ്ലിറ്റ് ചെയ്തിടണം. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ച് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ ലാർവകൾക്ക് കഴിക്കാനായിട്ട് ഫുഡ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഫുഡ് കിട്ടാതെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡബ്ബകളിലും നമുക്ക് ഒരു 7-8 എണ്ണമൊക്കെ വെച്ചിട്ട് ഇടാം, നമുക്ക് മാറ്റിയിടണം അങ്ങനെ. പിന്നെ അപ്പോൾ ഓരോ ഡബ്ബകളിലാകുമ്പോൾ അതിന് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ചാവാതെ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എല്ലാം അങ്ങനെ മാറ്റിയിടാം. അപ്പോൾ നമ്മൾ എല്ലാ പാത്രത്തിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ സേഫായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ വെക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്, എന്നിട്ട് ആ അടിയിലിരിക്കുന്ന ആ അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ സേഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൂച്ചയൊക്കെ വന്നിട്ട് കടി കൂടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത് അവൻ വന്നാൽ കടി കൂടണമെങ്കിൽ തട്ടിമറിച്ച് ആകെ നശിപ്പിച്ചോളെ. ഈ പൂച്ച കടി കൂടുന്ന സമയത്ത് അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. ആ സമയത്ത് ഇതൊക്കെ തട്ടിമറിച്ച് അവരെ നാശമാക്കിക്കളെ. അപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ സേഫായിട്ട് വെക്കണം.
മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ വെക്കണം. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണമെന്നല്ല, എവിടെയും മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ സേഫായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ വന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്, അതായത് കുഞ്ഞ് ലാർവകളൊക്കെ ആയിട്ടുണ്ട്. ചെറിയ ലാർവകളാണ്. ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ലാർവകളാണ്. നമുക്ക് ചെറിയ ലാർവ കിട്ടാൻ മെയിനായിട്ട് ഉണ്ടാക്കാനുള്ള കാരണം നമുക്ക് നമ്മുടെ 2 മാസമായ ഫ്രൈസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ബെറ്റ ഫ്രൈസിന് കൊടുക്കാം, വേണമെങ്കിൽ നമ്മുടെ ഗപ്പി ഫ്രൈസിനും കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് നമ്മൾ മുട്ട മാറ്റി വെച്ചതിൻ്റെ കാര്യം നമുക്ക് ഈ ചെറിയ ലാർവേനെ കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ശരിക്കും അടുത്ത് കാണിച്ചു തരാം. എന്തായാലും മുകളിൽ നിന്നുള്ള വ്യൂ കറക്റ്റ് ആവുന്നില്ല. ഞാൻ സൈഡ് വ്യൂവിൽ വെച്ച് നോക്കാം, ക്ലിയർ ആവുമെന്ന് നോക്കാം. വാവ്, സൂപ്പർ. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം, കണ്ടില്ലേ? ചെറിയ സാധനങ്ങളാണ്. ശരിക്കും നോക്കിയാൽ അത് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ചെറുതായതുകൊണ്ടാണ്, ഇത്രയും ചെറിയത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും പാടൊക്കെ പെട്ടത്, ഇങ്ങനെ മുട്ടയൊക്കെ മാറ്റിയിട്ട് വിരിയിപ്പിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബെറ്റ ഫ്രൈസ് ഉണ്ട്, 2 മാസമായത്. ഞാൻ അതിന് ഇട്ട് കൊടുക്കുന്ന ഇത് കാണിച്ചു തരാം. ഞാനിപ്പോൾ അതേപാടി ഈ നമ്മുടെ അക്യൂറത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണമാണ്. 2 മാസം ആയതിൻ്റെ കാര്യമൊന്നുമില്ല, പലതിനും പല ടൈപ്പ് വളർച്ചയാണ്. ചിലത് നല്ലോണം വലുതായിട്ടുണ്ട്, ചിലത് തീരെ ചെറുതുമാണ്. ഇത് വെള്ളം പച്ച നിറമായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അത് കഴിക്കുന്നത്. കണ്ടെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം വളരെ കണ്ടില്ലേ, ഓടിക്കുന്നത് കണ്ടില്ലേ, അത് കഴിക്കുന്നതാണ്. വെള്ളം പച്ച കളറുമാണ്, നമ്മുടെ ലാർവ ചെറുതുമാണ്. ശരിക്കും നമുക്ക് ക്യാമറ അല്ലാതെ നേരിട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും കഴിക്കുന്നത്. ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഒരു ലാർവ വലുത് കയറി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കുറേ. ഇത് ഞാൻ നമ്മുടെ ബ്ലൂ കോംടെയിലാണ് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ച് കിട്ടിയത്. കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. വലിയ ഫ്രിഡ്ജിൽ കിടക്കുന്ന ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടി കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.